ഹലോ എവരിവൺ, ഇത് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ക്രോഷ്യയിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്ലിപ്പ് നോട്ട് എങ്ങനെ ഇടാം, പിന്നെ യാണ് എങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കാം, ഹുക്ക് എങ്ങനെ ഹോൾഡ് ചെയ്യാം, പിന്നെ ക്രോഷ്യയുടെ ഫൗണ്ടേഷൻ സ്റ്റിച്ച് ആയിട്ടുള്ള ചെയിൻ സ്റ്റിച്ച് എങ്ങനെ ഇടാം എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ മൊത്തത്തിൽ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അക്രിലിക് ബൾക്കി ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു 5mm ഹുക്കും ഇവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ളത് ഏത് യാണാണോ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഹുക്കും എടുക്കുക. ക്രോഷ്യ അമിഗുറുമി ബിഗിനേഴ്സ് കിറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ അക്രിലിക് യാണും പിന്നെ 4mm ഹുക്കും യൂസ് ചെയ്യുക. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ക്രോഷ്യയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്ലിപ്പ് നോട്ട് എങ്ങനെ ഇടാന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ യാൺ ആദ്യം തന്നെ എടുക്കുക. ഈ കാണുന്നതാണ് നമ്മുടെ യാണിൻ്റെ എൻഡ് ആൻഡ് അതിൻ്റെ ബാക്കി പോർഷനാണ് നമ്മുടെ വർക്കിംഗ് യാൺ. ദെൻ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൽ യാണിൻ്റെ പിടിക്കുക. ദെൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മുടെ വർക്കിംഗ് യാൺ ഒന്നിങ്ങനെ ചുറ്റിച്ച് ഒരു ലൂപ്പ് ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ ആ യാൺ എൻഡിൻ്റെ പൊക്കത്തൂടെ വേണം നമ്മുടെ വർക്കിംഗ് യാൺ ചുറ്റിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമുക്കിവിടെ ഒരു ലൂപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ലൂപ്പിൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ വർക്കിംഗ് യാൺ ഇതേപോലെ കയറ്റി അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വലിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ആ നോട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ സ്ലിപ്പ് നോട്ട് ഇടുന്നത്. പിന്നെ നമ്മുടെ ഈ സ്ലിപ്പ് നോട്ട് നമുക്ക് ഈസി ആയിട്ട് ഇതേപോലെ അഴിച്ചെടുക്കാനും പറ്റുകയും ചെയ്യും. ഇതാണ് നമ്മൾ സാധാരണ ഹുക്കൊന്നും യൂസ് ചെയ്യാതെ ചെയ്യുന്നൊരു മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഹുക്ക് യൂസ് ചെയ്ത് സ്ലിപ്പ് നോട്ട് ഇടുന്ന മെത്തേഡാണ്. നിങ്ങൾക്ക് ഇതിൽ ഏതാണോ സിമ്പിളായിട്ട് തോന്നുന്നത് അത് ചെയ്യുക. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും ഇങ്ങനെ ഒന്ന് ചേർത്ത് പിടിക്കുക. അതിനുശേഷം നമ്മുടെ തമ്പ് കൊണ്ട് യാൺ എൻഡ് ഇതേപോലെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് നമ്മുടെ വർക്കിംഗ് യാണ് ഇതേപോലെ നമ്മൾ ഫിംഗറിൻ്റെ ചുറ്റും ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. നമ്മുടെ ഫിംഗറിൻ്റെ അടിയിൽ ക്രോസ് ആയിട്ടും മേളിൽ പാരലായിട്ടുമാണ് യാൺസ് ചുറ്റിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ രണ്ട് പാരലായിട്ടുള്ള ലൈൻസ് പോലെ നമ്മുടെ ഫിംഗറിൻ്റെ മേളിൽ കിട്ടിയിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഫസ്റ്റത്തെ സ്ട്രാൻഡിൻ്റെ അടിയിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊണ്ടുപോവുക. അതിനുശേഷം ഈ സെക്കൻഡ് സ്ട്രാൻഡ് ഹുക്കിൽ കോർത്ത് നമ്മൾ ഫസ്റ്റ് സ്ട്രാൻഡിൻ്റെ അടിയിൽ കൂടെ വലിച്ചുകൊണ്ട് വരിക. ദെൻ നമ്മുടെ യാണ് ഫിംഗറിൽ നിന്ന് എടുത്തിട്ട് അതൊന്ന് അങ്ങനെ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഹുക്ക് കൊണ്ട് സ്ലിപ്പ് നോട്ട് ഇടുന്ന ആ ഒരു മെത്തേഡ്. അപ്പോൾ നമ്മൾ സ്ലിപ്പ് നോട്ട് എങ്ങനെയാണ് ഇടേണ്ടതെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് യാണും ഹുക്കും എങ്ങനെ ഹോൾഡ് ചെയ്യാം എന്നുള്ളതാണ്. സ്ലിപ്പ് നോട്ട് ഇതേപോലെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഹുക്ക് ആ ഒരു ലൂപ്പിൻ്റെ ഇടയിലോട്ട് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് അതേപോലെ ടൈറ്റാക്കി കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യേണ്ട ഭാഗത്തിന് ആ ഒരു ലൂപ്പ് നമുക്ക് കിട്ടുന്നതായിരിക്കും. നമ്മൾ ഹുക്കിട്ട് യാൺ ഇതേപോലെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഹുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ നന്നായിട്ട് ഗ്ലൈഡ് ചെയ്ത് ഇതേപോലെ സ്മൂത്തായിട്ട് പോകുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മളൊന്ന് നോക്കുക. ഇത് കറക്റ്റായിട്ട് വന്നാലാണ് നമ്മുടെ വർക്ക് എല്ലാം നമുക്ക് സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അധികം ടൈറ്റായി പോകാനും പാടില്ല, എന്നാൽ അധികം ലൂസ് ആവാനും പാടില്ല. ഇനി നമുക്ക് യാൺ എങ്ങനെ ഹോൾഡ് ചെയ്യാമെന്ന് പഠിക്കാം. നമ്മുടെ കയ്യിൽ 5 വിരലും ഒന്ന് ഇങ്ങനെ നിവർത്തി പിടിക്കാം. എന്നിട്ട് നമ്മുടെ വർക്കിംഗ് യാണ് ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ താഴത്തെ ആ 3 വിരലും കവർ ചെയ്യുന്ന പോലെ ഇങ്ങനെ പോവുക. എന്നിട്ട് അതിൻ്റെ അടിയിൽ കൂടെ എടുത്തിട്ട് ആ ഇൻഡെക്സ് ഫിംഗറിൻ്റെ മേളിൽ കൂടെ കൊണ്ടുവരിക. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മാത്രം പിടിക്കാം. പിന്നെ ഒന്നുകൂടെ ഒന്ന് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ചെറുവിരലിൻ്റെ മേളിൽ കൂടെ ഒന്ന് ചുറ്റിച്ചും കൂടെ കൊടുക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട് അതേപോലെ നിങ്ങൾക്ക് യാണ് ഹോൾഡ് ചെയ്ത് പിടിക്കാം. പലർക്കും പല രീതിക്കായിരിക്കും കംഫർട്ട് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിക്കാണോ കംഫർട്ട് അതേപോലെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി. ജസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം, അത്രേ ഉള്ളൂ. ഈ യാണും ഹുക്കും നിങ്ങൾ നല്ലപോലെ ഹോൾഡ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടെങ്കിലാണ് വർക്കെല്ലാം മര്യാദയ്ക്ക് നല്ല വൃത്തിക്കും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത് പഠിച്ചിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലോട്ടേക്ക് കടക്കാൻ. ഇനി നമ്മൾ ആ വർക്ക് ചെയ്യുന്ന ആ പോർഷൻ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് നമ്മുടെ തമ്പും പിന്നെ മിഡിൽ ഫിംഗറും കൊണ്ടായിരിക്കും. ഇതേപോലെ നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ നമ്മളൊന്ന് താഴത്തോട്ടോ പൊക്കത്തോട്ടോ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് യാണിൻ്റെ ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അധികം ടൈറ്റായി പോകാതെയും ലൂസായി പോകാതെയും അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി നമ്മൾ ഹുക്ക് ഹോൾഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഹുക്കിൻ്റെ ഗ്രിപ്പ് വരുന്നൊരു പോർഷൻ ഉണ്ടായിരിക്കും. ഈ ഒരു പോർഷൻ, ആ ഒരു ഭാഗത്താണ് നമ്മൾ തമ്പ് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതേപോലെ നമ്മൾ ഹുക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇതേപോലെ നമ്മൾ ഹുക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ നമുക്ക് വർക്ക് എല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നെക്സ്റ്റ് ക്രോഷ്യയിലെ ഫൗണ്ടേഷൻ സ്റ്റിച്ച് ആയിട്ടുള്ള ചെയിൻ സ്റ്റിച്ച് എങ്ങനെ ഇടാമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്രോഷ്യ ചെയ്യുമ്പോൾ നമ്മൾ മിക്കപ്പോഴും ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ആയിരിക്കും എല്ലാത്തിൻ്റെയും ഫൗണ്ടേഷൻ സ്റ്റിച്ചായിട്ട് ഇടുന്നത്. നമ്മൾ സ്ലിപ്പ് നോട്ട് ചെയ്ത് ഓൾറെഡി ഒരു ലൂപ്പ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മളിപ്പോൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നമ്മൾ ഇതേപോലെ യാൺ ഓവർ ചെയ്യാം.
ഇതേപോലെ നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ലൂപ്പില്ലേ, ആ ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ആ യാണ് വലിച്ചെടുക്കുക. യാൺ ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഹുക്കിൻ്റെ ലിപ്പ് എപ്പോഴും താഴത്തോട്ടായിരിക്കണം ആയിരിക്കേണ്ടത്. അപ്പോഴാണ് നമുക്കതിൻ്റെ ഇടയിൽ കൂടെ ഈസി ആയിട്ട് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. ആ ഹുക്കിൻ്റെ അറ്റം മേളിലോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റാൻ ഇതേപോലെ ഭയങ്കര പണിയായിരിക്കും. അതുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും യാണിൻ്റെ അറ്റം താഴത്തോട്ടാക്കി വെക്കുക. അതായത് ഇതേപോലെ കൊണ്ടുവന്ന് താഴത്തോട്ടാക്കി വെച്ച് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റുക. ഇങ്ങനെയാണ് നമ്മൾ ഓരോ ചെയിൻ സ്റ്റിച്ചും ഇടുന്നത്. ഈ വി ഷേപ്പിൽ കാണുന്നതാണ് ഓരോ ചെയിൻ സ്റ്റിച്ചും. നമ്മളിപ്പോൾ 2 ചെയിൻ സ്റ്റിച്ചാണ് ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് തേർഡ് വൺ ചെയ്യാം. യാൺ ഓവർ ചെയ്തിട്ട് ഹുക്കിൻ്റെ അറ്റം താഴത്തോട്ടാക്കി പിടിക്കുക. ദെൻ ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ജസ്റ്റ് പതുക്കെ ഒന്ന് കയറ്റി കൊടുക്കുക. ഇങ്ങനെ തന്നെ നമ്മൾക്ക് എത്രയാണോ ചെയിൻ സ്റ്റിച്ച് വേണ്ടത് അത്രയും ചെയിൻ സ്റ്റിച്ച് നമുക്ക് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് 4th ചെയിൻ സ്റ്റിച്ച് ഇടാം. അതിന് യാൺ ഓവർ ചെയ്യുക, എന്നിട്ട് ലൂപ്പിൻ്റെ ഇടയിൽ കൂടെ വലിച്ചെടുക്കുക. ഫസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് പാടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും ഗ്രാജുവലി അത് സിമ്പിളായിട്ട് വന്നോളും. പിന്നെ നമ്മൾ കൈ പിടിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്നതിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ തമ്പും മിഡിൽ ഫിംഗറും കൊണ്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചേക്കുക. എന്നാലാണ് നമ്മൾക്ക് ആ ചെയ്യുമ്പോഴുള്ളൊരു ഗ്രിപ്പ് കിട്ടുള്ളൂ. ഓരോ സ്റ്റിച്ചും നമ്മൾ ഇടുമ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാനും ഇങ്ങനെ പിടിക്കുന്നതുകൊണ്ട് നമുക്ക് പറ്റുന്നതായിരിക്കും. ഇനി നിങ്ങൾ ഇതുപോലെ ചെയ്ത് ഒരു 20 ചെയിൻ സ്റ്റിച്ചസ് നിങ്ങൾ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ചെയിൻ സ്റ്റിച്ചസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെയിൻ സ്റ്റിച്ചസ് എങ്ങനെയാണ് കൗണ്ട് ചെയ്യാമെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17. അപ്പോൾ ടോട്ടൽ 17 ചെയിൻ സ്റ്റിച്ചസ് ആണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചേക്കുന്നത് എങ്ങനെ സ്ലിപ്പ് നോട്ട് ചെയ്യാം, എങ്ങനെ യാണും ഹുക്കും മോൾഡ് ചെയ്യാം ആൻഡ് ചെയിൻ സ്റ്റിച്ച് എങ്ങനെ ഇടാം എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതൊന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കുക.